ചേച്ചി ഈ താഴെ മറ്റേ പോസ്റ്റർ കണ്ടപ്പോഴേ മറ്റേ അതായത് ഹാൻഡ് പിക്ഡ് ബൈ നവ്യ നായർ എന്നിട്ടുണ്ടായി. അപ്പോൾ ഇവനൊരു ഡൗട്ട്, നവ്യ ചേച്ചി ഹാൻഡ് കൊണ്ട് ചെയ്ത സാരിയാണോ എന്നൊക്കെ. അല്ല, ഹാൻഡ് പിക്ഡ്, ഹാൻഡ് ചൂസൺ, പോയി എടുത്തതാണ് എല്ലാം. ജയ്പൂരിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നും പിന്നെ കോയമ്പത്തൂർ അങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ തന്നെ പോയി എടുത്ത സാരീസാണ്. എല്ലാ സാരിയും എനിക്ക് കൊടുക്കാൻ ഇഷ്ടമുള്ള സാരീസ് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് അറിയുന്നില്ല. പക്ഷെ എൻ്റെ ചോയ്സാണ് ഈ ഫുള്ള് സാരീസ്. സാരീസ് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ എടുത്തന്നെ സാരി ഇതെവിടെ നിന്നുള്ളതാ? ഇത് ബാഗുരു. സാരീസ് കളക്ഷൻ, അതായത് എനിക്കിഷ്ടമുള്ള ടൈപ്പ് സാരീസ് കുറച്ച് എല്ലാം ഒരു പീസേ ഉള്ളൂ, കളേഴ്സൊന്നും അധികമില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും ഓരോരോ പീസ്, ഓരോരോ കളേഴ്സ് മാത്രമുള്ള സാരീസ് എല്ലാം കൂടി ചേർത്തിട്ടൊരു ചെറിയ എക്സിബിഷൻ ഇതിൻ്റെ വീടിൻ്റെ മുകൾ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് മാതങ്കി ഡാൻസ് സ്കൂള് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ സ്പേസ് ആയതുകൊണ്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ ഒരു? ആദ്യമായിട്ടാണ്. എന്താ അങ്ങനെ ഒരു തോന്നാൻ? എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഉടുക്കുന്ന സാരീസും അല്ലെങ്കിൽ ഇടുന്ന ഡ്രസ്സുകളൊക്കെ കുറേ പേർക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഒരു ഫൺ അത്രയേ ഉള്ളൂ. ഇത് ഇന്ന് മാത്രം ഉണ്ടാവുള്ളൂ? ഇന്ന് മാത്രം. ലൈറ്റ് വെയിറ്റ് ഭയങ്കര ഇഷ്ടമാണ് നോക്കാൻ. പിന്നെ ഏതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരീസാണ്. ഓവറോൾ എന്താ പറയുക, ഈ കോട്ടൺ ഡാൻസേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് സാരീസാണ്. വെരി സോഫ്റ്റ് കോട്ടൺ ആയതൊക്കെ സാരി കുട്ടികൾക്കൊക്കെ അറിയുന്നുണ്ടാവില്ല, ബോയ്സ് അല്ലേ. പക്ഷേ ലേഡീസിന് അറിയാം ഈ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഭയങ്കര സുഖമാണ് നോക്കാൻ. സാരീസാണ് ലൈക്ക് ഡാൻസേഴ്സിനൊക്കെ കൂടുതൽ ചിലപ്പോൾ ഡാൻസേഴ്സ് അല്ല, ട്രഡീഷണൽ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഒരുങ്ങി അങ്ങനെ ജിമിക്കൊക്കെ ഇഷ്ടമുണ്ട്. ഇത് കുറച്ച് എന്താ പറയുക മോഡേൺ ആയിട്ടുള്ള സാരി, ലൈക്ക് ഒന്ന് സ്റ്റൈൽ ചെയ്ത് ഷൂസ് അങ്ങനത്തെ സാധനം. ഒരേ പീസിന് ഒരു 10 വേണമെങ്കിൽ എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാൻ ഉണ്ടാക്കാനും പറ്റില്ല. ഇല്ല, ഞാൻ അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ പ്ലാനിൽ ചെയ്തല്ലല്ലോ. ഞാനിത് ആൾക്കാരുടെ ടേസ്റ്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. അല്ല, എനിക്ക് പിന്നെ സാധാരണക്കാർക്ക് ഉള്ള സാധനങ്ങൾ മാത്രം വിചാരിച്ചിട്ടാണ് ഞാനിത് വെച്ചത്. അല്ലാതെ ഒരു ഭയങ്കര പ്രൈസ് ആയിട്ട് ഇടുന്നതിൽ തെറ്റുണ്ടെന്നൊന്നല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. പക്ഷേ എല്ലാ സാധാരണ ആൾക്കാർക്കും ഞാൻ ചൂസ് ചെയ്തൊരു സാധനം എന്ന് പറഞ്ഞിട്ട് അതിലൊരു വില ഇടാൻ പാടില്ല. അത് എല്ലാവർക്കും സാധാരണ മനുഷ്യർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വീട്ടമ്മമാർക്ക്, വർക്ക് ചെയ്യുന്നവർക്ക്, സ്വന്തമായിട്ട് ചിലപ്പോൾ കയ്യിൽ വരുമാനം ഇല്ലാത്തവർക്ക് പോലും സിമ്പിളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാരീസാണ് മോസ്റ്റ്ലി എല്ലാം, ഓൾമോസ്റ്റ് എല്ലാ സാരീസും. അത് അവർക്ക് ഒരു പ്രാവശ്യം വെച്ച് കഴിയുമ്പോൾ ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. ഞാനായിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തതല്ല, പക്ഷെ എന്നാലും നമുക്ക് സ്റ്റഫൊക്കെ പിടിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ക്വാളിറ്റി എന്നുള്ളത് കുറച്ച് കാലങ്ങളായിട്ട് സാരി ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം. ഓൺലൈനിലും ഇത് ലൈവ് ഇടുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിലും ആൾക്കാർ വാങ്ങും. പിന്നെ സാരിയല്ല, ഇങ്ങനെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ട് ഇറ്റ് ഇസ് ഗോയിങ് ഗുഡ്. പിന്നെ ആഗ്രഹിക്കാം. സാരി ലവറാണോ? പിന്നെ കണ്ടിട്ടില്ല, ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സാരി. ഏറ്റവും കൂടുതൽ ചിലപ്പോൾ കൺവീനിയൻ്റ് അല്ല ഇപ്പോൾ യാത്രയെല്ലാം ചെയ്യുമ്പോൾ, പക്ഷെ അല്ലാണ്ട് ഫങ്ഷൻസ്, മാതങ്കി ഫെസ്റ്റിവൽ ഒക്കെ എല്ലാ ദിവസവും സാരിയാണ് ഭയങ്കര ഇഷ്ടം. താങ്ക് യു.